ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയാണോ? ഇപ്പം നമ്മൾ ഡിസംബറിൽ ലാസ്റ്റ് ഡേയ്സിലൂടെ കടന്നു പോയെടുക്കുകയാണ്. 2025 ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഈ ഇയർ എൻഡ് ടൈമിലാട്ടോ എൻ്റെ വെഡിങ് ആനിവേഴ്സറി വരുന്നത്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മന്താണ് ഈ ഡിസംബർ എന്ന് പറയുന്നത്. അതിൻ്റെ ക്ലൈമറ്റും കാര്യമൊക്കെ ആയിട്ട്. പിന്നെ കുറച്ചുകൂടി സ്പെഷ്യലായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം എൻ്റെ വെഡിങ് ആനിവേഴ്സറി എല്ലാ കൊല്ലവും ഡിസംബറിൽ വരുമ്പോൾ അത് കുറച്ചുകൂടി സ്പെഷ്യലാണ്. ഇക്കാക്ക് സർപ്രൈസ് ആയിട്ട് കേക്ക് കൊണ്ടുവന്നു. പിന്നെ ആനിവേഴ്സറി നമ്മളതാണെങ്കിലും കേക്ക് കട്ട് ചെയ്യൽ മോനാണ്. അപ്പോൾ നമുക്ക് കഴിക്കാന്നുള്ളൊരു ഓപ്ഷൻ നമുക്കുണ്ട്. വീഡിയോയിൽ എല്ലാവരും കിട്ടുക എന്നുള്ളത് ഒരു ടാസ്ക് ആയിരുന്നു. കാരണം ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മളാണ്, കേക്ക് കട്ട് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഡിസംബർ കഴിയാറായി. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ, നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്ക് കാലെടുത്ത് വെക്കാറായല്ലേ. എപ്പോഴും പറയുന്ന പോലെ പെട്ടെന്ന് തന്നെ ഈ വർഷം കടന്നു പോയല്ലേ. 2025 ന്യൂ ഇയർ ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട്. അന്ന് എൻ്റെ ബേബി കുഞ്ഞായിരുന്നു. ഇന്ന് അവൻ്റെ ബർത്ത്ഡേ വരെ കഴിഞ്ഞു. ബീച്ചിലും പാർക്കിലും മാളിലൊക്കെ പോയി ഈ ഒരു വർഷം അങ്ങനെയൊക്കെ തീർന്നു. കഴിഞ്ഞ വർഷം ഡിസംബർ അവസാനിക്കുമ്പോൾ ഫാമിലിയിൽ 2 മരണം സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ന്യൂ ഇയറിന് അത്ര ഹാപ്പിയിൽ വെൽക്കം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. 3-4 മാസങ്ങൾക്കിപ്പുറം ഫാമിലിയിൽ ഒരു മാരേജ് നടന്നു, പിന്നെ ഒരു ഹൗസ് വാമിങ് നടന്നു. ഇങ്ങനെ പതുക്കെ നമ്മുടെ ട്രാക്കിലേക്ക് വീണ്ടും കയറി. ഇടയിൽ ഒരുപാട് യാത്രകൾ ചെയ്തു കേട്ടോ. ഇക്കാക്കൻ്റെ വീട് കണ്ണൂരാണ്. അപ്പം അങ്ങനെ ഒരുപാട് ട്രെയിനിലാണ് യാത്രകൾ ഉണ്ടായത്. പിന്നെ ഞങ്ങളുടെ ഫാമിലി ഗെറ്റ് ടുഗദർ എല്ലാവരുടെയും ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു. അത് ഞങ്ങൾ ഒഫീഷ്യലി നടത്തുകയുണ്ടായി. ഇങ്ങനെ എല്ലാവരും ഒരുമിച്ചുള്ള കുറേ പരിപാടികൾ, കുറച്ച് യാത്രകൾ, കുറേ സന്തോഷങ്ങൾ, ഇച്ചിരി സങ്കടങ്ങൾ, ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ഒരു വർഷം ഇറ്റ്സ് ഗുഡ് എന്ന് പറയാം. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു വർഷം? നെക്സ്റ്റ് ഇയർ എല്ലാവർക്കും അടിപൊളിയാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.